പ്രിയപ്പെട്ടവരെ, കഫ് സിറപ്പുകളുടെ വിൽപ്പന നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. കഫ് സിറപ്പുകളിൽ ചിലയിടങ്ങളിൽ ചില സംശയങ്ങളുണ്ട് എന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. ചിലയിടങ്ങളിൽ അത് വാർത്തയായി വരികയും ചെയ്തിരുന്നു. ഡ്രഗ് നിയമങ്ങളിലെ ഷെഡ്യൂൾ കെയിൽ നിന്ന് സിറപ്പിനെ ഒഴിവാക്കും. ഇതോടുകൂടി സിറപ്പുകളുടെ നിർമ്മാണം, വിതരണം, വിൽപ്പന എന്നിവയിൽ നിയന്ത്രണങ്ങൾ വരും. കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. നോബൽ ബാരിക്കാരൻ, അടുത്തിടെ ഈ കഫ് സിറപ്പുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത കഫ് സിറപ്പിൽ ചില വിഷ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഗുണനിലവാരം മോശമായിരുന്നു. കുഞ്ഞുങ്ങൾ മരിക്കാൻ പോലും ഇടയായ സാഹചര്യമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണോ കഫ് സിറപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്? നോബൽ ബാരിക്കാരൻ, അരുൺ, രാജ്യത്തെ കഫ് സിറപ്പുകൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് പല പഠനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, മധ്യപ്രദേശിൽ നേരത്തെ കോൾഡ്രിഫ് എന്ന കഫ് സിറപ്പ് ഉപയോഗിച്ച് 22 കുട്ടികൾ മരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അത് നിർമ്മിച്ചത് വളരെ മോശം സാഹചര്യം, പ്രത്യേകിച്ച് സീസൺ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ കമ്പനി വളരെ മോശം സാഹചര്യത്തിലാണ് അത് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ ഇതിൽ വരുന്നത്. അത് മാത്രമല്ല, നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഏത് മെഡിക്കൽ ഷോപ്പിലും ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ നമുക്ക് കഫ് സിറപ്പുകൾ മേടിക്കാൻ പറ്റുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഇതും വലിയ ഗുരുതരമായ സാഹചര്യമാണ് എന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. ഈ പശ്ചാത്തലത്തിൽ 1940 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിലെ ഷെഡ്യൂൾ കെയിൽ നിന്ന് ഈ സിറപ്പ് എന്ന വാക്ക് എടുത്തു മാറ്റുകയാണ്. നിലവിൽ ഷെഡ്യൂൾ കെയിലാണ് ആസ്പിരിനൊപ്പം പാരസെറ്റമോൾ അടക്കമുള്ള നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ മേടിക്കാൻ പറ്റുന്ന മരുന്നുകളുടെയൊക്കെ പേരുകൾ ഉള്ളത്. ആ മരുന്നുകൾ ഉൾപ്പെട്ടുള്ള പട്ടികയിൽ നിന്ന് സിറപ്പ് എടുത്തു മാറ്റുന്നതോടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് കഫ് സിറപ്പുകൾ മേടിക്കാനുള്ള സാഹചര്യം അത് ഇല്ലാതാകും. അതോടെ ഇപ്പോഴുണ്ടായിരുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ കഫ് സിറപ്പുകളുടെ നിർമ്മാണം, വിതരണം, വിൽപ്പന അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഇതിലൂടെ വരും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു വിജ്ഞാപനം കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിരിക്കുന്നത്. 30 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയാൻ കഴിയും. അതിന് പിന്നാലെയാണ് ഈ വിജ്ഞാപനം നിയമമായി വരികയുള്ളൂ. അതിന് പിന്നാലെ വിലക്കടക്കമുള്ള കാര്യങ്ങൾ വരികയും ചെയ്യും. എന്നാണെങ്കിലും കഫ് സിറപ്പുകൾ രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് പല ഘട്ടങ്ങളായി റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതാണ്. ഇന്ത്യൻ നിർമ്മിത കഫ് സിറപ്പ് കഴിച്ച് രാജ്യത്തിന് പുറത്ത് പോലും പല കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. അത്തരത്തിൽ ഉള്ള സാഹചര്യത്തിലുള്ള പശ്ചാത്തലത്തിലാണ് കഫ് സിറപ്പുകൾക്ക് ഒരു കൂച്ചുവിടാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ പുതിയ വിജ്ഞാപനം കേന്ദ്രം ഇറക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ വിജ്ഞാപനം പിന്നീട് നിയമമായി മാറുകയാണെങ്കിൽ സ്വാഭാവികമായും കഫ് സിറപ്പുകളുടെ വിതരണത്തിലും ഒപ്പം നിർമ്മാണത്തിലും ഒപ്പം വിൽപ്പനയിലൊക്കെ നിയന്ത്രണങ്ങൾ വരും. പിന്നീട് പ്രിസ്ക്രിപ്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതെ നമുക്ക് കഫ് സിറപ്പുകൾ ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാകും. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. കഫ് സിറപ്പുകളെ ഷെഡ്യൂൾ കെ പട്ടികയിൽ ഇത് ഒഴിവാക്കുന്നതോടുകൂടി കേന്ദ്ര സർക്കാരിന് അതിന്റെ ഉൽപ്പാദനത്തിലും വിതരണത്തിലുമൊക്കെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.